നമ്മൾ ഗാന്ധിയൻ ഭാഗമാണ്. പിന്നെ തല്ലുള്ള ഗാന്ധി അടിച്ച തിരിച്ചടിക്കും. അവിടെ എന്താ വെച്ചാൽ BJP തന്നെ കോൺഗ്രസ് തന്നെ അവർ മുന്നിൽ കിട്ടി അവരടിക്കും. അടിക്കാന്ന് ഭീകരത. RSS മുസ്ലിംസും തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മുസ്ലിം തൊട്ടതുകൊണ്ട് അയിത്തം വന്നു. പാകിസ്ഥാൻ ജയിച്ചാൽ ലഡു വിതരണം ചെയ്ത ഒരു മുസ്ലിം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഉത്തരേന്ത്യയിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. തീവ്രവാദത്തിന് അനുകൂലമായ ക്ലാസ്സുകളൊക്കെ എടുത്തു റിപ്പോർട്ടൊക്കെ ഉണ്ട്. കൊച്ചി രാജാവിന്റെ ഇല്ലുമിനാറ്റി ജൂതന്മാരും ക്രിസ്ത്യാനികളായിരുന്നു. അദാനിയൊക്കെ ഇന്ത്യയിലാണ് തൊലഞ്ഞു പോലെ, കേരളത്തിലാണ് തൊലഞ്ഞു പോലെ അദാനിയും അംബാനിയും ഒക്കെ. അപ്പൊ അവര് 3-4 സ്ഥലത്ത് സെന്റ് തോമസിന്റെ ശവകുടീരം കണ്ടെത്തിയിട്ടുണ്ട്. സല്യൂട്ട് ഭാരത്. അതെ, സല്യൂട്ട് ഭാരത് യൂട്യൂബ് ചാനൽ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അപ്പോൾ ഏറെ സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. ലോകത്തിലെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം. ശ്രീ ഫക്രുദ്ദീൻ അലി, നമസ്തേ. അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മുടെ ഈ സമയത്തൊക്കെ ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധേയമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് വളരെ എന്താ പറയണേ ആധികാരികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങയുടെ ആ ഒരു എന്താ പറയുക ഈ ഇത്രയും ചടുലമായ നിരീക്ഷണങ്ങളിലോട്ട് കടക്കാനുള്ള ആ ഒരു എന്താ പിൻബലം എന്താണ്? പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ മറവിയിൽ നിർത്തി പബ്ലിക് ലൈഫ് വേറെ കൊണ്ടുപോകാൻ വാപ്പനെ പഠിപ്പിച്ചിട്ടുള്ളത് ആണോ? പക്ഷെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ കോഴിക്കോടിലെ ബാലുശ്ശേരി ആണ് എൻ്റെ നാട്. അപ്പം ബാലുശ്ശേരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബേസിക് ക്യാരക്ടർ ട്രേസ് ബാലുശ്ശേരിക്കാരുണ്ട്. ബാലുശ്ശേരിക്കാരുടെ പേര് ഒന്നെങ്കിൽ മനസ്സിലാവും. ഒന്ന് രഞ്ജിത്ത്, ഇപ്പോഴത്തെ വിവാദം മാറ്റി നിർത്തി. പിന്നെ വേറൊന്ന് സുരഭി ഇല്ല, അവാർഡ് കിട്ടിയ സുരഭി, സന്തോഷ് പണ്ഡിറ്റ്. വേറൊന്ന് ഗിരീഷ് മുത്തഞ്ചേരി, ഈ കൂട്ടത്ത് പാവം ഗിരീഷ് മുത്തഞ്ചേരി പാവമായിരുന്നു. പിന്നെ അനുപമേന ഞങ്ങളുടെ നാട്ടുകാരനാണ്, പക്ഷെ മുപ്പര് ജനിച്ച വളർന്നൊക്കെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഒരു നയലായിരുന്നു ചാതുര്യം ഒക്കെ ഉണ്ട്. പൊതുവെ ബാലുശ്ശേരിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഈ വടക്കം പാട്ടുകളുടെ ആ ഒരു പെരിഫറിയിൽ വരുന്നതാണ്. അവിടെ നിന്ന് തൊട്ടിട്ട് അങ്ങ് കരിവള്ളൂർ കാസർഗോഡ് വരെയുള്ള ഏരിയ ഒരു കൾച്ചറൽ ബെൽറ്റാണ്. ഉദയനും ഉണ്ണിയാസയും എല്ലാം ജീവിച്ചിരുന്ന ആ കൾച്ചറൽ ബെൽറ്റിൻ്റെ ഭാഗം. ഈ ഒരു ബേസിസ് പോകാൻ ഞങ്ങളുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കും, അത് ബേസിക് നേച്ചർ. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ സുധാകരൻ അറിയാലോ, തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാരല്ലല്ലോ സുധാകരൻ. ഇത് ഈ ബേസിക് ബ്ലഡിലുള്ളൊരു സാധനം. അത് ഏത് സമുദായം അവിടെ പ്രധാനമായിട്ടുള്ള നായർ, ഈഴവൻ, മുസ്ലിം, ക്രിസ്ത്യൻസുള്ള കുറവാണ്. മലയോര മേഖല കുടിയേറ്റക്കാർ, ഈ 3 എണ്ണത്തിന് സുഖമാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരൻ നോക്കിയാൽ മതി, അഭിപ്രായം പറയാൻ ധൈര്യമുണ്ട്. അടിച്ചാൽ തിരിച്ചിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അത് ആ നാടിൻ്റെ നിയമം. ഈ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. എൻ്റെ വാപ്പ അവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയ എൻ്റെ വാപ്പയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഫിലിം ഫൈറ്ററായിരുന്നു. അദ്ദേഹം പക്ഷെ സാത്വികനായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത് ജയിലിൽ കിടന്നു. ഗാന്ധിയൻ മാർഗമായിരുന്നു. അപ്പം ഗ്രാൻഡ് ഉമ്മയുടെ വാപ്പ കേട്ടോ. അപ്പം അദ്ദേഹം അന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സമയത്ത് വന്നു. അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ കൂടെ വളരെ ലൈവായിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് അവിടെ ഹജൂർ കച്ചേരി കോടതി വന്നു. കോടതി കയറിയിട്ട് കോൺഗ്രസിന്റെ പതാക ഉയർത്തിയതിന്റെ വലിയ പക്ഷെ വലിയ മർദ്ദനം കയറ്റി ജയിലൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ പോലെ ആയിരുന്നു. വളരെ ഞാൻ കേട്ടിട്ടുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള ഭയങ്കര വിൽപ്പവറുള്ള മനുഷ്യൻ എന്നാ കേട്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ വാപ്പാടെ വാപ്പ ഒരു സൂഫി സന്യാസിയായിരുന്നു, സംസ്കൃത അറബി സ്കോളറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ ആത്മീയതയും രണ്ടും കൂടിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. എന്നെ വലിയ വാപ്പാന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ വലിയ കുട്ടിക്കാലത്ത് നമ്മളതും പഠിച്ചു പോയി. അദ്ദേഹത്തെ പറ്റി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നാട്ടില്. അദ്ദേഹത്തിന്റെ ഞങ്ങളിതിന് പറയാ കഥാമത്ത് ദിവ്യശക്തി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റിയുള്ള പാട്ടുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ ഭാര്യമാര് വളരെ പ്രാക്ടിക്കൽ ലേഡീസ് ആയിരുന്നു. പിന്നെ വല്യമ്മാണെങ്കിൽ അവര് അന്നേ അവിടെ ജോലി ചെയ്തിരുന്നു. ഉമ്മാടമ്മ വാപ്പാടെ അമ്മാണ് ഹൗസ് വൈഫ് ആയിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചുണ്ടെന്ന് ഭയങ്കര എനിക്കിപ്പോഴും അറിയാം. നമ്മുടെ കുടുംബത്തിൽ കിരിയും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ വല്യമ്മ എല്ലാവരും ഒരുമിച്ച് മരുമക്കാർക്കും വല്യമ്മനെ പറ്റി ഒരു പൊതുവെ ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ സാസു ബഹു. നമ്മൾ ഉത്തരേന്ത്യ പോയി ഷാസ് ബഹു അല്ലേ, അമ്മയമ്മ മരുമകൾ. മറ്റേ സ്മൃതി ഇറാനിയുടെ സീരിയൽ പോലെ. പക്ഷെ വല്യമ്മ ഒരു മരുമക്കൾ ഒരു അടി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ട്.
ഈ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പക്ഷേ അതാണ് ഞാൻ ഇത് കേട്ടപ്പോഴൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ വളരെ സാത്വികമായ അങ്ങനെയൊക്കെയുള്ള വേരുകളിൽ നിന്നും ചടുലനായ ഒരു യുവ നേതാവ് അല്ലെങ്കിൽ SFI പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ JNUവിലൊക്കെ ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ഇടതുപക്ഷ ചായ്വോടെ വന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മള് കോൺഗ്രസ് ഫാമിലിയാണല്ലോ. അതെ. അപ്പൊ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് കോൺഗ്രസ് ഇവന്മാർ ഭയങ്കര ഗ്രൂപ്പ് കളിയുണ്ട്, ഒന്നുമില്ല, ഒരു സർക്കുലർ പോലും ദേശീയ CPM ഏത് വിഷയം വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും, നിക്കരാഗോയിൽ മരം മുറിച്ചാലും അവർ കൃത്യമായൊരു പോളിസി ഉണ്ടാവും. അടിതൊട്ട് മുടി വരെ ഒരേ രീതിയിലേ സംസാരിക്കുള്ളൂ. എൻ്റെ വാപ്പയൊക്കെ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന്മാർക്ക് ഒരു പോളിസിയില്ല, ഒരു എന്ത് പറയണമെന്ന് അറിയില്ല, എന്ത് പറയണമെന്ന് സംസ്ഥാന സമിതിയുടെ തീരുമാനമില്ല. ആ സമയം തൊട്ടേ ഇല്ല എന്ന് വെച്ചാൽ 80കളുടെ അവസാനം തൊട്ട് ഒരു ഗ്രൂപ്പ് കളിയായി. ഭീഷണം 10 നിന്നു. അപ്പൊ എന്താണ് പാർട്ടിയുടെ അഭിപ്രായം എന്ന് അറിയില്ല. മനോരമയെ കൊടുക്കുന്ന ബൈറ്റ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ വാപ്പാകെ നല്ല വായനയൊക്കെ ഉള്ളതുകൊണ്ടും വാപ്പ നമ്മളെക്കാട്ടും നല്ല ഡിബേറ്ററായിരുന്നു. വാപ്പ പറഞ്ഞു നിൽക്കും, വാപ്പ മുമ്പർക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ വാപ്പ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കുപ്പിയത് എന്താ പറയുക, അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, എന്താണ് പാർട്ടിയുടെ അഭിപ്രായം. പിന്നെ കർണാടക ഒന്ന് പറയും, ആന്റണി വേറെ നോക്കും. അപ്പൊ ആ സമയത്താണ് ഇന്നത്തെ രമേശ് ചെന്നിത്തല ഒരു കേരള യാത്ര നടത്തിയത്. ആ കേരള യാത്ര നടത്തിയപ്പം അന്ന് ഞങ്ങളായിട്ട് പോസ്റ്റർ എത്തിയില്ല. ഞാൻ അന്ന് 3ാം ക്ലാസ് മറ്റോ പഠിക്കാം. അന്ന് ഞാൻ തന്നെ പോസ്റ്റർ എഴുതി അവിടെ ഒട്ടിച്ചു. 3ാം ക്ലാസ് പഠിക്കാം. അന്ന് ഞാൻ പൊളിറ്റിക്കൽ, വെരി പൊളിറ്റിക്കൽ. 1ാം ക്ലാസ് പഠിക്കാൻ ഞാൻ രാഷ്ട്രീയം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടിച്ചു. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ കോൺഗ്രസിന് ഈ ഗ്രൂപ്പുകൾ, നമ്മളെ വീട്ടിലാണ് അവരെ ഈ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഇവരുടെ പോക്ക് ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഒരു സെൻട്രൽ കമാൻഡ് ഇല്ല. എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം, സെൻട്രൽ കമാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നും അത് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അതന്ന് വീട്ടിലിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഞാൻ പറയും, അപ്പൊ എന്നോട് പറയും, ഇപ്പൊ നമ്മളായിട്ട് CPM അവരുടെ പിള്ളേർക്ക് ഓട്ട് മാസ്റ്റർ കൊടുക്കുക, കായിക പരിശീലനം കൊടുക്കുക, കളരി. RSS അവരുടെ പിള്ളേർക്കും കൊടുക്കും. നമ്മളെ പിള്ളേർക്ക് മാത്രമൊന്നുമില്ല. അപ്പൊ ഞാനിവരുടെ വീട്ടിൽ നമ്മൾ പറഞ്ഞു, ഞാൻ സ്കൂൾ പഠിക്കുന്നു, നമ്മൾ കരാട്ട പഠിപ്പിക്കാണ്. അയ്യോ, നമ്മളെ ഗാന്ധിയൻ ഭാഗമാണ്. പിന്നെ തല്ലുള്ള ഗാന്ധി അല്ല, ഉറപ്പായിട്ട് നമ്മൾ പൊളിറ്റിക്സ് തല്ലുണ്ടാക്കേണ്ടി വരും. അപ്പം തിരിച്ചടി എൻ്റെ സ്വഭാവത്തിൽ ഞാൻ തല്ലുകൊണ്ട് വീട്ടിൽ വരുന്നില്ല, തിരിച്ചടിക്കും, ഉറപ്പാണ്. ഇപ്പോഴാണ് സത്യത്തിൽ ഞാൻ കുറച്ചൊക്കെ കണ്ടില്ല അറിയാൻ. കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ അവരുടെ കുടുംബത്തിന് ഈത്തപ്പേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഭയപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പിന്നെ വാപ്പയെ ഒരു ഘട്ടത്തിൽ എന്നോട് സീരിയസ് വായനൊക്കെ തുടങ്ങിയപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി ഇപ്പം എന്തെങ്കിലും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റാണ്. ഭൂപരിഷ്കരണം, അതുപോലെ സാക്ഷരത. ഒരു 90s തുടക്കത്തിലാണ് ആ സമയത്താണ്. അപ്പം പതുക്കെ ഞാൻ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നു. ഇതിനോട് എനിക്ക് EMSന്റെ ഭയങ്കര ഫാനായിരുന്നു. EMS വാസ് എ വെരി ഗുഡ് ഡിബേറ്റർ. അപ്പം അങ്ങനെയൊക്കെയാണ് പതുക്കെ ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ എത്തുന്ന സമയത്താണ് ഞാൻ SFIയിലോട്ട് വരുന്നത്. ആ സമയത്ത് എനിക്ക് മുഴുവൻ ടൈം അന്ന് കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ സ്വാഭാവികം നമ്മുടെ പാരമ്പര്യം കാര്യങ്ങളെ കൊണ്ട് കോൺഗ്രസ് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നേതാവാൻ പറ്റിയത്. എനിക്ക് ഓഫറും ഉണ്ടായിരുന്നു. അന്ന് അബുക്കായിരുന്നു DCC പ്രസിഡന്റ്. ഞാൻ JNU പഠിക്കുന്നു. അബുക്ക അന്ന് ഞാൻ SFIയില്ല. പക്ഷേ അബുക്ക എന്നോട് ഒരു ദിവസം എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ പിക്ക് ചെയ്ത് വീട്ടിലല്ല ബസ് സ്റ്റോപ്പ് കൊണ്ട് ചെയ്യാം. അപ്പം എന്നോടാവും, നമ്മൾ മാഡത്തിനോട് പറയാം, നീ നമ്മമാരെ കൂടെ നിൽക്കണം, നിനക്ക് മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, നീ നമ്മുടെ കൂടെ വാ. ഞാൻ അബുക്ക നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആയത്? അല്ല, അത് ഇന്ദിരാഗാന്ധി. നമ്മളിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി അതിലില്ല. അതാണ് നമുക്ക് ആ പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെ ലെഫ്റ്റിൽ വന്ന് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേ അവിടെ മൊത്തം പ്രശ്നം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അന്നേ സമയത്ത് കോൺഗ്രസിൽ CPM BS പിണറായി തമ്മിൽ അടിയായി. അപ്പോൾ ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആയി. കാരണം നമ്മൾ ഇവിടുത്തെ അടി കണ്ടിട്ടാണല്ലോ അങ്ങോട്ട് താല്പര്യം. അതോടുകൂടി പിന്നെ എനിക്ക് സിവിൽ സർവീസ് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ JNUവിലേക്ക് പോന്നു. അപ്പോൾ അവിടെ എനിക്ക് ആദ്യം കിട്ടിയ ഉപദേശം എന്ന് വെച്ചാൽ പോലീസ് കേസ് പെടരുത്. കേരള അല്ല, നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആവണ്ടെന്ന് തോന്നും. അല്ല, അത് നല്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. സിവിൽ സർവീസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ മെനക്കേടാവും. മാത്രമല്ല അവിടുത്തെ ജാട്ട് പോലീസ് എന്നൊന്നും ഇവിടുത്തെ പോലീസിനെ പോലെ ഒന്നല്ല. അടി എന്ന് പറഞ്ഞാൽ ഒരു അടി കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ പോലീസിനെ നോക്കി കണ്ടൊക്കെ അല്ലുള്ളൂ. ഇവിടുത്തെ പോലീസുകാരുടെ അച്ഛനായിട്ട് ആരും മരിച്ചതായിട്ട് ലോക്കബിലിറ്റി അതിലേക്ക് വന്നിട്ടുണ്ടോ? അല്ലാതെ അത് നോക്കി കണ്ട അടിക്കുള്ളൂ. പക്ഷെ അവിടെ അതല്ല. അവിടെ എന്താ വെച്ചാൽ BJP തന്നെ കോൺഗ്രസ് തന്നെ അവർ മുന്നിൽ കിട്ടി അവർ അടിക്കും. അടിക്കാന്ന് ഭീകരമായിട്ട് ഫിസിക്കലി വല്ല വർഷം വന്ന് സിവിൽ സർവീസ് കിട്ടിയിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ഈ CPMമാർക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു കരുതലുണ്ട്. അത് ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. എന്നോടൊന്ന് നിനക്ക് അതാണ് ഉദ്ദേശമെങ്കിൽ ആക്റ്റീവായി നിൽക്കണ്ട, സൈലന്റ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് CK ചന്ദ്രപ്പനായിട്ടും CPIയുടെ നല്ല ബന്ധമായിരുന്നു. ഞങ്ങൾക്കും ഈ ഇവന്മാരും ഗ്രൂപ്പാണ്. അന്ന് CPIയിൽ ഗ്രൂപ്പില്ല. CK ഞാൻ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനാണ്. ഒരു പേഴ്സണൽ താല്പര്യമില്ല, ഭയങ്കര ക്ലാരിറ്റിയാണ്. അദ്ദേഹം ഭയങ്കര ഹാർഡ് കോർ ലെഫ്റ്റ് ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും വളരെ പ്രാക്ടിക്കലാണ്.
അപ്പം അദ്ദേഹത്തിൻ്റെ സ്വാധീനം എനിക്കുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ പിന്നെ അവിടുത്തെ JNU കഴിഞ്ഞതിന് ശേഷം ജനയുഗത്തിൽ ജോലി കിട്ടുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഗാനം നവയുഗത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് തന്നെ എടുക്കുന്നു. പിന്നെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സിവിൽ സർവീസ് അതിൻ്റെ ഇടയ്ക്ക് പാറ്റേണൊക്കെ വന്നതുകൊണ്ട് ഞാനത് വിട്ടു. പുതിയ പിള്ളേരായിട്ട് ന്യൂ ജനറേഷൻ പിള്ളേരായിട്ട് തല്ലുണ്ടാക്കിയ ഇപ്പം പ്രിയദർശൻ പോയിട്ട് എന്താ പുതിയ സംവിധായകരുണ്ടല്ലോ, ഖാലിദ് ഉസ്മാനൊക്കെ ആയിട്ട് തല്ലുണ്ടാക്കുന്ന പറയും. അതിന് പിന്നെ പ്രശ്നമല്ല, എസ്റ്റാബ്ലിഷ് ആയിരുന്നു. അതായത് നമ്മളത് വിട്ട് നേരെ കേരളത്തിൽ വന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. പിന്നെ പഠനം ഇവിടെ കണ്ടിന്യൂ ചെയ്തു. PhD എടുത്തു കോളേജിൽ. അത് അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഇടതും വലതും ഒക്കെ ആയിട്ടും ബന്ധമുണ്ട്, അതിൻ്റെ റൂട്ടുകൾ അറിയാം. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ? ഇപ്പം അത് എങ്ങോട്ടേയും വരാം. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ എനിക്കൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് വന്നോ നിങ്ങൾ സംശയിക്കുന്നു? അത് ഷിഫ്റ്റ് ഒന്നുമല്ല. എൻ്റെ കുട്ടിക്കാലത്ത് 2 സൈഡ് എപ്പോഴും ഉണ്ട്. ഒന്ന്, കൾച്ചറലി ഐ ആം എ ഹാർഡ് കോർ ഹിന്ദു. റിലീജിയസ്ലി ഐ ആം വെരി കൺസർവേറ്റീവ് മുസ്ലിം. കൾച്ചറലി ഐ ആം ഹാർഡ് കോർ ഹിന്ദു. അപ്പോൾ എൻ്റെ ട്രഡീഷനാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ RSSകാരും മുസ്ലിംസും തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ രാത്രി ഈ വിജയദശമിൻ്റെ സമയത്ത് ഇവരുടെ ഓട്ടുമാസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് RSSകാർ ഗണവേഷത്ത് പോകും. എൻ്റെ വീട്ടിൽ കയറി ചായയും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഞാനപ്പോൾ അത് വായിക്കുന്നുണ്ടാവും. വാപ്പ പുറത്തുനിന്ന് എന്തെങ്കിലും നിവേദനങ്ങളൊക്കെ ആൾക്കാർക്ക് വേണ്ടി എഴുതുന്നുണ്ടാവും. അങ്ങനെ ഒരു ബന്ധം. പെരുന്നാൾ RSSകാർ അടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ നമ്മളെ വീട്ടിൽ വരും. നെയ്ച്ചോറും പോയിക്കതൊക്കെ. എന്നെയും ഇവരെ ഓണത്തിനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അധികം നായന്മാരാണ്, RSSകാരാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇവരെ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ ഹിന്ദുക്കൾക്ക് രണ്ട് ഓണവും 2 വിഷുവുണ്ട്. ചെറിയ വിഷു, ചെറിയ ഓണം എന്നൊക്കെ. ഇത് രണ്ടും, ചെറിയ വിഷുവും ചെറിയ ഓണം ഞങ്ങൾക്കുള്ളതാണ്, ഫ്രണ്ട്സിനുള്ളതാണ്. അന്ന് നോൺ വെജ് ഉണ്ടാക്കുള്ളൂ. പിന്നെ നായന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വലിയ ഓണം, വലിയ വിഷു. അത് ഏതാണ് നിങ്ങൾ ആവശ്യം എനിക്കറിയാം. അന്ന് നോൺ വെജ് ഒന്നും വെക്കില്ല, അത് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ സംസ്കൃത പഠനം. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് പിന്നെ വീട്ടിലെ സാഹചര്യം അങ്ങനെ തന്നെ. ഉമ്മയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ വാപ്പാടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാം തന്നെ മുസ്ലിംസും ഉണ്ട്. അതിൽ കൂടുതൽ നായന്മാരും തീയന്മാരും ഒക്കെയാണ്. ക്രിസ്ത്യൻസ് നമ്മളായിട്ട് പൊതുവെ ഇല്ല. അപ്പം ക്രിസ്ത്യൻ കോളേജിൽ പോയപ്പോഴാണ് ക്രിസ്ത്യൻസിനെ പറ്റി ബൈബിളൊക്കെ വായിക്കുന്നതൊക്കെ അന്നപ്പോഴാണ്. അപ്പം അങ്ങനെ ഒരു എലിമെന്റ് എൻ്റെ ഉണ്ട്. ഈ രാജ്യത്തെ പരസ്പരം യോജിപ്പിച്ച് നിർത്തുന്ന ഘടക സംസ്കാരം മാത്രമാണ്, വേറൊരു സാധനമല്ല. അത് ഇവിടെ പറയുന്നത് RSSകാർ മാത്രമേ ഉള്ളൂ. RSSകാർ പറയുന്നതുകൊണ്ട് നിങ്ങൾ ചുവന്ന പൊട്ട് ധരിച്ചിരിക്കുന്നു എന്ന് RSSകാർ പറഞ്ഞുകൊണ്ട് ഞാൻ വെള്ളപ്പൊട്ടാക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. ഇപ്പോൾ RSS ആയാലും SDP ആയാലും സത്യം പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. ഇന്ത്യനെ ഞാൻ നോക്കുമ്പോൾ യൂണിഫൈ ചെയ്യുന്ന വേറൊരു ഘടകമില്ല, കൾച്ചർ മാത്രമാണ്. ഇന്ന് ഈ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കൾച്ചറിന് വിഘാതമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മൗലികത എന്ന് പറയുമല്ലോ, അപ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുന്നത് എന്താണെന്നാണ് അങ്ങയുടെ അഭിപ്രായം? അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനുമ്പോൾ ഞാൻ നേരത്തെ പോകുന്നതെന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഈ പറഞ്ഞതിൻ്റെ എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ 2 സൈഡും എന്നിലുണ്ടായിരുന്നു. അതെന്നെ അറിയുന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ ഞാൻ പൊളിറ്റിക്സിൽ അത്ര ആവണ്ടെന്ന് ഞാൻ തീരുമാനിക്കാനും കാരണം അത് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വിട്ട് കഴിഞ്ഞാലേ പൊളിറ്റിക്സിൽ നിൽക്കാൻ പറ്റും. ലെഫ്റ്റ് പൊളിറ്റിക്സിലാണെങ്കിൽ എനിക്ക് ഈ രണ്ടാമത് പറയാൻ പറ്റില്ല. റൈറ്റ് പൊളിറ്റിക്സിലാണെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ ഇത് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് പിണറായി. അപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ മോശമെന്ന് പറയണം, അതിന് തന്നെ കിട്ടില്ല. മനസ്സിലായി? അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എപ്പോഴും ഞാൻ എന്താണോ അതിനെ അഡ്രസ് ചെയ്തതാണ്. ഞാൻ പൊളിറ്റിക്കലി ലെഫ്റ്റാണ്. ലെഫ്റ്റ് മീൻസ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനോപകാരപ്രദമായ പരിപാടികളൊക്കെ കൂടുതൽ നടപ്പിലാക്കുന്നു. കൾച്ചറലി ഹിന്ദുവാണ്, റിലീജിയസ്ലി മുസ്ലിമാണ്. അത് ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അതാണ് എൻ്റെ കാര്യം. അതാണ് ഫക്രുദ്ദീൻ അലി. താങ്ക് യു സർ. ഇത് നിങ്ങൾ ചോദിച്ചിലേക്ക് വരാം. അതായത് വിഘാതമായി നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ നാട്ടിൽ നമ്മൾ യൂറോപ്പിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവർക്ക്. പക്ഷെ ഒരു 15-ാം നൂറ്റാണ്ടോട് കൂടി, അത് ഈ പറയുന്ന വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്ന സമയം തൊട്ട് അവരുടെ ഇടയിൽ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവർ ഈ പറയുന്ന സങ്കുചിതത്തിനൊപ്പം ഭാഷയെയും വംശത്തെയും ബേസ് ചെയ്തുകൊണ്ട് അവർ രാജ്യങ്ങളുണ്ടായി തുടങ്ങി. അങ്ങനെയാണ് ഇംഗ്ലണ്ട്, ആംഗ്ലോ സാക്സൺസ്, ഗാൾ, ഫ്രാൻസ് ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നു. ജർമാനിക് ട്രൈബ്സിന്റെ ജർമ്മൻ സ്റ്റേറ്റ്സ്, ജർമ്മനി ഒരു സ്റ്റേറ്റ് ആവുന്നത് 1700 അവസാനത്തിലാണ്. ഒരു രാജ്യം ഇന്നത്തെ രീതിയിൽ മാറുന്നത്. പക്ഷെ അതിന് മുമ്പ് ജർമാനിക് ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നു. ഒരു ചെറിയ മറ്റു രാജ്യങ്ങളായി കിടക്കുകയാണ്. അപ്പോൾ അവർ ഈ ഡൈവേഴ്സിറ്റിയുടെ പ്രശ്നം നമ്മളെക്കാട്ടും ഒരു 300 വർഷം മുമ്പ് അവർ സോൾവ് ചെയ്യുകയും അങ്ങനെ അവർ ശക്തരാവുകയും അവർ നമ്മളെ മുന്നിൽ നിന്ന ഒന്നുമല്ലാത്ത ആ രാജ്യങ്ങൾ കടൽ കടന്ന് ഇവിടെ വന്ന് നമ്മൾ പരസ്പരം അടിച്ചുകൊണ്ട് നമ്മളെ വീട്ടിൽ കയറി ഭരണം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അന്ന്
അപ്പോൾ ഇവിടുത്തെ യുണീക്ക് പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് ആദ്യം അഡ്രസ്സ് ചെയ്തു, നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ആഫ്രിക്കേനെ പോലെ ഒരു 32 രാജ്യമാക്കാൻ പറ്റും. മലയാളിയുടെ ഒരു രാജ്യം, തിരുവിതാംകൂറിൻ്റെ വേറെ. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം. ഉത്തരേന്ത്യക്കാർ ഗോതമ്പ് കഴിക്കും, നമ്മൾ അരി കഴിക്കും. നിങ്ങളിവിടെ പണ്ടത്തെ ഈ വലിയ കുടുംബത്തിൽ സ്ത്രീകളെ വസ്ത്രമായി ഒറ്റ മുണ്ടാണ്. ഉത്തരേന്ത്യക്കാർ പൊതുവെ അന്ന് സാരിയാണ്. അപ്പം നമ്മുടെ രവിവർമ്മയാണല്ലോ ഇന്ത്യക്കാരെ മൊത്തം സാരി എടുത്തിട്ട്, അദ്ദേഹത്തിന്റെ മോഡൽസ് മൊത്തം മഹാട്ടാസാണ്. ഇവിടെയുള്ള ആരുമല്ല. ഇവിടെയുള്ള ദക്കംസ് പപ്പ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കൊച്ചുമോളെ തന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം ചിത്രം വരച്ചിട്ടുണ്ട്. അതിൽ രാജകുമാരിയായ കൊച്ചുമോള് ഒറ്റ മുണ്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ആ ചിത്രമല്ല നമ്മൾ ദമയന്തി പോലെയുള്ള ചിത്രങ്ങളാണ് നമ്മൾ രവിവർമ്മയുടെ ചിത്രമായി കാണുന്നതും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ ഇന്ന് കാണുന്ന ദൈവങ്ങൾക്കൊക്കെ രൂപം. നിങ്ങളെ പൂർവിക 3 തലമുറ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശിവനും വിഷ്ണുവും ഇന്നത്തെ രൂപമൊന്നുമില്ല. അത് ഈ ശില്പങ്ങളിൽ കാണുന്ന ശില്പങ്ങൾ ഈ കളറിലല്ല. അപ്പൊ എന്താണ് രൂപം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഇന്ന് കാണുന്ന ശിവന്റെയും വിഷ്ണുവിന്റെയും രൂപം നമുക്ക് നൽകിയ രവിവർമ്മയാണ്. രവിവർമ്മയുടെ മോഡൽസ് മൊത്തം മറാഠീസ് ആയിരുന്നു, പഞ്ചാബീസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ വെളുത്ത് സുന്ദരികളായ ഐശ്വര്യമുള്ള ലക്ഷ്മി. രവിവർമ്മയുടെ പറ്റി നമ്മൾ പറയുമ്പോൾ ദുർഗേനെ അന്വേഷിച്ച് നടന്നൊരു കഥ പറയുന്നു. ഈ ദുർഗ എന്ന് പറഞ്ഞാൽ സുന്ദരി ആയിക്കണം, ഐശ്വര്യം ഉണ്ടാകണം, തീക്ഷ്ണതയും വേണം. അപ്പം അങ്ങനെ ആളെ കിട്ടാനില്ല. അവസാനം ഒരു സ്ട്രീറ്റിൽ നിന്നോ മറ്റോ ആണ് ഒരു ലേഡിയെ അദ്ദേഹം കണ്ടെത്തി ദുർഗയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മോഡൽസ് മൊത്തം അവിടെ നിന്ന് വന്നാണ് രവിവർമ്മയുടെ. അല്ല, പണ്ട് കേരളത്തിൽ എന്ന് പറയുന്നത് മുത്തപ്പൻ, ശിവൻ എന്ന് പറയുന്നത് നമ്മളൊരു കല്ലിൽ കൊത്തിയെടുത്തിട്ട് വിളക്കോ അങ്ങനെ കാവുകളാണല്ലോ. ശിവന് പിന്നെ ഏതൊരു സൗകര്യമുണ്ട്. ശിവന് ഇങ്ങനെ ശില്പം വേണ്ട, ഒരു കല്ലെടുത്ത് വെച്ച് ശിവലിംഗമാണല്ലോ. അപ്പൊ ശിവൻ അങ്ങനെ. പക്ഷെ വിഷ്ണുവിന് സൗകര്യമില്ല. മിനിമം നിങ്ങൾ ഒരു വനമാലയോ അല്ലെങ്കിൽ ശ്രീവത്സോ ഒക്കെ. ശിവൻ വളരെ എളുപ്പമാണ് ആരാധിക്കുക. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡൈവേഴ്സിറ്റി അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല രാജ്യങ്ങളാണ്. ആ രീതി നോക്കുമ്പോൾ യൂറോപ്യൻസിനെ പോലെ ഒരു ഭാഷ നമുക്കില്ല. ഫ്രഞ്ചുകാർ ഒരു ഭാഷ സംസാരിക്കുന്നവരാണ്, റഷ്യക്കാർ ഒരു ഭാഷ സംസാരിക്കുന്നവരാണ്. ഒരു മതം നമുക്കുണ്ടോയെന്ന് വെച്ചാൽ അതുമില്ല. ഹിന്ദു മതത്തിൽ ഓരോ ജാതി ഓരോ മതമാണ്. ഹിന്ദു മതത്തിൽ തന്നെ അതായത് നമ്മൾ സെമിറ്റിക് മതങ്ങളുടെ രീതിയിൽ നോക്കുമ്പോൾ ഹിന്ദു നായർ ഒരു മതമാണ്, ഈഴവൻ ഒരു മതമാണ്, എല്ലാം ഒരു മതമാണ്. അപ്പം അങ്ങനെ നമുക്കൊരു ഐക്യം ഒരു രാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് രാജ്യമായി മാറണമെങ്കിൽ ഈ കൾച്ചറിന്റെ ഒരു സാമ്യം, സംസ്കാരത്തിന്റെ ഒരു സാമ്യം, ആ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് കൾച്ചറിന്റെ ത്രെഡ്, ഈ ത്രെഡ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അതൊരുപാട് ടൈം എടുത്തു. ഉദാഹരണം, ഈ പുറത്തുള്ള ഇൻവൈഡേഴ്സിനെ ആരാണ് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്? ടിപ്പു സുൽത്താൻ ആരാ കൊണ്ടുവന്നത്? ടിപ്പു സുൽത്താൻ കണ്ട നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ ഒരേ ഒരു മുസ്ലിം രാജവംശം ഉണ്ടായിരുന്നു, അത് അറക്കൽ രാജവംശം. അതായത് പിന്നെ കണ്ണൂരെ ഹിന്ദു രാജവംശത്തിലെ രാജകുമാരി ഒരു ഒഴുക്കപ്പെട്ടു. ഈ രാജകുമാരിയായിരുന്നു അന്ന് മരുമക്കത്തായാണല്ലോ. ഈ രാജകുമാരിയായിരുന്നു രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമോളമാവട്ടെ. അപ്പം ഈ കൊച്ചിനെ രക്ഷപ്പെടുത്തി അന്ന് മരക്കച്ചവടത്തിൽ വന്നത് ആലി എന്നുള്ള മുസ്ലിമാണ്. അപ്പൊ മുസ്ലിം തൊട്ടതുകൊണ്ട് അയിത്തം വന്നു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? പക്ഷെ ഇവളോട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഇവളെ അങ്ങനെ അവനെ എട്ടിച്ചെടുത്തിട്ട് ഒരു പ്രദേശം കൊടുത്തു കടൽ തീരത്തുള്ള, അവന് കച്ചവടം ചെയ്യാൻ വേണ്ടി. അതാണ് അറക്കൽ രാജവംശം എന്ന് പറയുന്നത്. അറക്കൽ നിങ്ങൾ ഇപ്പോഴും പോയ ഇപ്പൊ ഇവര് മുജാഹിദൊക്കെ വന്ന് ഈ സലഫി പ്രസ്ഥാനം വന്നതിന് ശേഷം അവരെ വിളക്ക് എത്തിക്കാമല്ലോ. അവിടെ വിളക്കുണ്ട്. ആ വിളക്ക് കടലിന് നേരെ ഇങ്ങനെ തൂക്കുമായിരുന്നു. അപ്പൊ ദൂരെയുള്ള ഒന്നെങ്കിൽ ഇവന് ലൈറ്റ് ഹൗസ് ഒന്നും ഇല്ലല്ലോ, കടൽ യാത്രക്കാര് ദിശ മനസ്സിലാക്കാനൊക്കെ അത് ഉപയോഗിക്കായിരുന്നു. അപ്പം മാത്രമല്ല അവിടെ എപ്പോഴും അവിടെ അടുത്ത അവനെ മരുമക്കത്തായമാണ്. അടുത്താണ് ഇപ്പോഴും മരുമക്കത്താവ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അറക്കൽ ബീവിയാണ്. അത് ഞങ്ങളെ മതത്തിൽ എവിടെ മരുമക്കത്തായ? ഞങ്ങൾ പാത്രിയാർക്കൽ റിലീജിയനാണ്. അച്ഛന്റെ ദായകമാണ്. ഇത് നായന്മാരുടെ പരിപാടിയാണ് ഈ മരുമക്കത്തായ. അപ്പൊ ആ ലീനേജ് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. പക്ഷെ ഈ പറഞ്ഞ അറക്കൽ ബീബി അല്ല ടിപ്പു സുൽത്താനെ വിളിച്ചത്. ടിപ്പു സുൽത്താൻ കോമ്പിയച്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാലക്കാടുള്ള ഒരു ഹിന്ദു രാജാവാണ്. അങ്ങനെ അടുത്ത ഹിന്ദു രാജാവിന് പണി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ കൊന്ന എന്താണ് മുഹമ്മദ് ഓഫ് ഗോറി അങ്ങനെ വിളിച്ചുകൊണ്ടെന്ന് ആരാ അറിയോ? ജയന്ത തന്നെ പൃഥ്വിരാജിന്റെ ഭാര്യയുടെ അച്ഛൻ. ഇയാൾക്ക് മോളുടെ ഭർത്താവിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പം മോൻ ചത്താലും മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളൊരു വിശ്വാസം നമ്മളെ അമ്മായിയമ്മമാരൊക്കെ ഉണ്ടല്ലോ. സീരിയൽ കാണാൻ മനസ്സിലാവും. പത്തനംതിട്ട സീരിയലോ തള്ളയുണ്ട്, നമ്മളെ ലക്ഷ്മി സോമനാണ് അത് ചെയ്യുന്നത്. അത് പക്ഷേ അത്ര പോരല്ലേ, മറ്റേ ആദ്യത്തെ ലേഡിയും കൊള്ളാവുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അങ്ങനെയാണ് ടിപ്പു സുൽത്താൻ ഇവിടെ വന്നത്. മുഹമ്മദ് ഗോവ അങ്ങനെയാണ് വന്നത്. എല്ലാം മുഹമ്മദ് ഓഫ് ഗസ്നി അല്ലാതെ വന്നതാണ്. ബ്രിട്ടീഷുകാർ എങ്ങനെ വന്നത്? ഇവിടെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരിൽ തിരുവിതാംകൂറല്ല, മറ്റേ കൊച്ചി രാജാവിൽ തെക്കൻ കൂറ് വടക്കൻ കൂറ് എന്ന അടിയുണ്ടായിരുന്നു.
അതിനിടയിൽ കയറിയിട്ടാണ് അവരുടെ ആളായത്. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കളെ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ അന്നും ഇന്നത്തെ പ്രശ്നം ഐക്യമില്ലായ്മയാണ്. ഇന്ന് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ സാംസ്കാരിക ബോധം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ദേശീയ പ്രസ്ഥാനം വലിയ വഹിച്ചിട്ടുണ്ട്, ഗാന്ധി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, RSS പങ്ക് വഹിച്ചിട്ടുണ്ട്, വിവേകാനന്ദ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ തുരങ്കം വെക്കുന്ന സാധനങ്ങളുണ്ട്. അതാണ് അതിശക്തമായ ജാതി ബോധം. RSSന് ജാതിയില്ല, പക്ഷെ RSS ഉള്ള തലങ്ങളിൽ ജാതി ബോധത്തെ മറികടക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. എന്തിനാണ് മോഡി ജാതി സെൻസസ് അനുവദിച്ചത്? അങ്ങനെ ബീഹാർ ഇലക്ഷൻ ജയിക്കണം. ഞാൻ ജാതി സെൻസസിനെതിരാ. നിങ്ങൾ വിചാരിക്കുന്ന കാട് വലിയ ബോംബാണത്, പൊട്ടിച്ചളയത്. പ്രധാനമായിട്ട് ലോകത്ത് ഈ സമത്വം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്ത്യയിലെ ഒരു സാഹചര്യം എടുത്ത് നോക്കിയാൽ അവിടെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ അറിയിരിക്കുന്നത് അധികം മുമ്പ് ഇരുന്നത് ആരായിരുന്നു? ഇതൊന്നും ജാതിക്കാരായി. കാരണം ആദ്യം അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, അവർ മുന്നോട്ട് വരികയും ചെയ്തു. അംബേദ്കറിനെ പോലുള്ള ആളുകൾ പിന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് പക്ഷെ അത് കുറയുന്നുണ്ട്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് തന്നെ നോക്കിയാൽ മുമ്പ് പട്ടർ ബ്രിഗേഡും നായർ ബ്രിഗേഡും. ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് പോയി എത്ര നായർ ബോർഡ് കാണും, എത്ര പട്ടർ ബോർഡ് കാണും? കുറഞ്ഞു വരുന്നു. മുസ്ലിംസും ദളിതന്മാരൊക്കെ പിന്നിലായിരുന്നു. പക്ഷെ അവരിപ്പം അത്തരം ബോർഡുകൾ ഇപ്പം കൂടിയിട്ടുണ്ട്. ഇങ്ങനെ നാച്ചുറലായിട്ട് ചേഞ്ച് വരിക എന്നല്ലാതെ അതിലുപരിയായിട്ട് ഇങ്ങനെ ഒരു സെൻസസ് നടത്തി നിങ്ങൾ ഇന്ന് ജാതിപ്പെട്ടവർ ഇത്രയും താഴാന്ന് കൃത്യമായൊരു വിവരം കൊടുത്തു കഴിഞ്ഞാൽ അതും കൃത്യമായ വിവരം നമുക്ക് കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ അത് രാഷ്ട്രത്തിനെതിരെ ഉപയോഗിക്കും. ഇവിടെ ഭരിക്കുന്ന ബ്രാഹ്മണനാണ്, നായരാണ്, സവർണ ക്രിസ്ത്യാനിയാണ്, സവർണ മുസ്ലിമാണെന്ന് അങ്ങനെ ഒരു ഭാഗത്ത് തിരിച്ചുവിടും. എന്നിട്ട് ഈ തിരിച്ചു വിട്ടിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി അവരെ മതം മാറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ രാജ്യം ഉണ്ടാക്കിയിട്ടോ ഈ പാവങ്ങളുടെ സ്ഥിതി എന്താ? പ്രധാനമായിട്ട് ക്രിസ്തു മതത്തിൽ ജാതിയില്ല, പക്ഷെ ദളിത് ക്രിസ്ത്യാനിക്ക് വേറെ ടെമ്പിളാണ്, അല്ല വേറെ ചർച്ചാണ്. ഓക്കെ, ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങൾ പള്ളിയിലല്ലാതെയും കയറ്റുക. കുടിയൻ്റെ പള്ളി, കുറഞ്ഞ പള്ളിയൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊന്നും നമ്മൾ ഈ പറയുന്ന ചില വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസിന് പെണ്ണ് കൊടുക്കില്ലല്ലോ. ഭായ്, തങ്ങൾ ഫാമിലിയിൽ നിന്ന് എനിക്ക് കൊണ്ടിട്ടില്ലല്ലോ. ഭായ്, ഇപ്പം ഞാൻ എന്നാൽ ES കിട്ടിയപ്പോൾ എനിക്ക് വേറെ ആലോചനയൊക്കെ വരും, പക്ഷെ തങ്ങൾ ഫാമിലിയിൽ നിന്ന് വരില്ല. അപ്പോ നമ്മുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രക്തത്തിൽ അലിഞ്ഞതല്ലത്, ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അത് ഒരു എന്താ പറയാ, രക്തത്തിന്റെ പ്യൂരിറ്റി, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. പിന്നെ ഇവിടെയുള്ള ക്രിസ്ത്യാനിറ്റി പറയുന്നത് അവർ സ്വയം ക്രിസ്ത്യൻ, അവർ ബ്രാഹ്മൺസ് ആണെന്ന് സ്വയം പറയുന്നത്. അപ്പൊ മറ്റുള്ളവർ അവർ പുച്ഛത്തോടെ കാണുന്നത്. ഇപ്പം ശരിക്കുള്ള ബ്രാഹ്മൺസ് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ടാണല്ലോ ആവശ്യ ക്രിസ്ത്യാനിക്ക് വേറെ പള്ളി ഉണ്ടാക്കിയത്. പക്ഷെ അതേസമയം തന്നെ ശരിക്കുള്ള ഇവിടെയുള്ള ബ്രാഹ്മണന് VMS സമ്പൂതിപ്പാടിനോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനോ ഒന്നും ഈ പറയുന്നതിന്റെ ജാതി ചിന്തയില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ജാതി സെൻസസ് ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരും ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഫാക്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ദേശീയബോധത്തെ ശിഥിലമാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ശക്തമായ ആയുധമാണ്, ബ്രഹ്മാസ്ത്രമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. അതിപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അതിന് സക്കം ചെയ്യുമ്പോൾ നമ്മൾ ദേശീയ താല്പര്യമാണ് ബലികഴിക്കപ്പെടുന്നത്. അവരെ ഉയർത്തിക്കൊണ്ടുവരിക വേണ്ടത്. കേരളത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അല്ലാതെ ചരിത്രത്തിലുടനീളം പിന്നോട്ട് പോയി നമുക്ക് അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല. പ്രായശ്ചിത്തം ചെയ്യാൻ ഇപ്പൊ അവർക്ക് സാഹചര്യം, ഇപ്പൊ സംവരണമുണ്ട്, കൂടുതൽ ഇപ്പൊ നമ്മളെ പൊതുവെ ആണുങ്ങൾ കോപവിമനായി ചിന്തിക്കുന്ന ആണുങ്ങൾ വരെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. അപ്പൊ ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീകൾ പല രീതിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ അത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അത്തരം നിയമങ്ങൾ ആവശ്യമാണ്. ഈ നിയമങ്ങൾ പേടിയുള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നത്. മനസ്സിലായില്ലേ? 14 സെക്കൻഡ് കൂടുതൽ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ ചിലമാരുടെ നോട്ടം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറുള്ളത്? നിങ്ങൾക്ക് തല്ലിക്കൊല്ലാൻ തോന്നാറുള്ളൂ. ഇപ്പൊ ആ നോട്ടം കുറഞ്ഞില്ലേ? നിങ്ങൾ JNU പണ്ടേ ഈ നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മലയാളീസിനെ ഡൽഹി തിരിച്ചറിയുന്ന വെച്ചാൽ ഈ പെമ്പിള്ളേർ കാണുമ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടാകും മലയാളീസ്. JNU വരുമ്പോൾ മാറും. കാരണം അവിടുത്തെ പെമ്പിള്ളേ ഈ ബംഗാളി പെമ്പിള്ളേരൊക്കെ ഭയങ്കര ഫെമിനിസ്റ്റുകളാണ്. അത് അന്ന് പോയി കംപ്ലൈന്റ് കൊടുക്കും. ഇവിടെ തന്നെ അത് ആഘോഷിക്കാൻ നിൽക്കില്ല, അതോടുകൂടി അവൻ നന്നാവും. ഇവിടെ പക്ഷെ ആഘോഷമാണ്. സോ ഈ പറഞ്ഞതുപോലെയുള്ള ജാതി സെൻസസ് പോലുള്ള കാര്യങ്ങൾ ഈ ഡിവൈഡ് ഇനിയും വർദ്ധിപ്പിക്കുക. നമ്മളത് ഈ ഡിവൈഡ് കുറച്ചുകൊണ്ട് വരികയാണ്. ആ കുറച്ചുകൊണ്ട് ഡിവൈഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ മിഷണറിമാരാണ് നമുക്ക് എഡ്യൂക്കേഷൻ തന്നത് ആദ്യമായിട്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ മിഷണറിമാർക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, എന്തായിരുന്നു? മതം വളർത്തുക എന്നുള്ളതാണ്. പക്ഷെ അന്ന് അവർ നിർബന്ധമല്ലേ. പക്ഷെ തന്ത്രപരമായ ചില കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തമിയൻ എന്ന് പറഞ്ഞ എന്തൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവനാണ്. അവന് ഇന്ത്യയായിട്ട് വേറെ ബന്ധമൊന്നുമില്ല എന്നുള്ള ദ്രവീഡിയൻ കോൺസെപ്റ്റ് അത് പൊളിറ്റിക്സ് ആക്കി മാറ്റി. സ്വാഭാവികമായിട്ട് നമുക്ക് ഉത്തരേന്ത്യക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കലിയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു നമ്മളെ പരസ്പരം യോജിപ്പിക്കുന്ന സംസ്കാരം. അവർ ശിവനെ ആരാധിക്കും, നമ്മൾ ശിവനെ ആരാധിക്കും. ഞങ്ങൾ ശിവനെ ആരാധിക്കുന്നില്ലെങ്കിൽ പോലും ഹിന്ദു മതത്തിന്റെ ഭാഗമായ നേർച്ച പോലുള്ള കാര്യങ്ങൾ എൻ്റെ മതത്തിൽ, എൻ്റെ കുടുംബത്തിലും
ഈ പുത്തൻകൂറ്റുകാർക്കാണ് ഈ പ്രശ്നമുള്ളത്, ഞങ്ങൾക്കൊന്നും ഈ പ്രശ്നമില്ല. നമുക്ക് സ്ത്രീയും ക്രിസ്ത്യാനികളുടെ അവർ ബ്രാഹ്മിൺസ് ആണെന്നാണ് പറയുന്നത്. നമ്മളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന സംഭവം അതൊക്കെയാണ്.